നമ്മളിന്ന് നിൽക്കുന്നത് ഗ്രീൻ അറയിലാണ്. കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ അടുത്താണ്. ഇവിടെ ട്രോപ്പിക്കൽ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ഫോമൽ ലാൻഡ്സ്കേപ്പിംഗ് ഇപ്പോൾ ഇല്ല, കുറച്ച് നാളായിട്ട്. ഇപ്പോൾ ഒരു ട്രെൻഡിങ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ലാൻഡ്സ്കേപ്പിംഗ് ആണ്. നമ്മുടെ എന്താ പറയുക, ചേമ്പും നല്ല നമ്മുടെ വള്ളിച്ചെടികളും, ഇതിന് പറയുന്ന പേരെന്തായാലും കർട്ടൻ കീപ്പർ എന്നാണ് കേട്ടോ പറയുന്നത്. ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ്, അതും നമ്മുടെ ഇന്ത്യയിലുള്ളതല്ല, ഇന്ത്യക്ക് പുറത്ത് വരെയുള്ള ഒരുപാട് കളക്ഷൻ ഓഫ് പ്ലാന്റ്സ് ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാം നമുക്കൊന്ന് ചുറ്റിക്കാണാം. ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ. എന്താ പറയുക, നമുക്കിവിടെ നിന്ന് ശ്വസിക്കുമ്പോൾ തന്നെ ഭയങ്കര ഡിഫറൻസ് തന്നെ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഈ ഇടവഴികൾ കാണാന്ന് പറഞ്ഞാൽ വളരെ റെയറാണ് അല്ലേ. ഇത് നമ്മുടെ വെട്ടുകല്ല്, ഈ വെട്ടുകല്ലിനെ കൊത്തിയെടുത്ത് സ്റ്റെപ്സ് ആക്കി, അല്ലാണ്ട് ഇത് വേറെ ഫിറ്റ് ചെയ്തൊന്നുമല്ല, അതിനെ കൊത്തിയെടുത്ത് സ്റ്റെപ്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഇടവഴിയാണ്. ഇപ്പോഴത്തെ ഒരു ജനറേഷനൊക്കെ സത്യം പറഞ്ഞാൽ ഇത് അറിയുമെന്ന് തന്നെ അറിയില്ല, ആരും കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. ശരിക്കും ഇതൊക്കെ മാൻമെയ്ഡ് ആണ് കേട്ടോ, പക്ഷേ ഭയങ്കര നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്നൊരു ലുക്കാണ് ഇവിടെ വരുന്നത്. എൻ്റെ അടുത്തൊക്കെ ഈ പറഞ്ഞതുമാതിരി ഫേൺസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ കാണാത്തതും നമ്മൾ കാണുന്നതുമായിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സിനെ വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ പണ്ട് ഇതിന് ഇങ്ങനെ കണ്ണിലൊക്കെ ഇങ്ങനെ വയ്ക്കും ഇല്ലേ, സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ. ഇപ്പൊ ഇതൊന്നും കാണാറേ ഇല്ല. ഒരു 30ഓളം വെറൈറ്റി അലോക്കേഷ്യകളും കലേഡിയം ഒക്കെ ഇവിടെ ഉണ്ട്. അത് നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മുടെ ചേമ്പിനാണ് കേട്ടോ പറയുന്നത്. ചേമ്പിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഡാണ് കലേഡി എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഈ പറമ്പിലൊക്കെ കാണുന്ന ഒരു പച്ച കളറിൽ ഇങ്ങനെ പുള്ളി പിന്നെ ഒരു വെള്ളയിൽ പച്ചയൊക്കെ ആയിട്ട് കാണില്ലേ, അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഇംഗ്ലീഷ് നെയിമാണ് കേട്ടോ കലേഡി എന്ന് പറയുന്നത്. ഇവിടെ അതൊക്കെ ഭയങ്കര സ്റ്റാർസാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കളക്ഷൻ, അതിൻ്റെ ഒരു ഹൈബ്രിഡും ഉണ്ട്, നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ നാടനും ഉണ്ട്. ഒരു ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ പറയില്ലേ, അതാണ് സത്യത്തിൽ ഇവിടെ കാണുന്ന ഓരോ കാര്യങ്ങളൊക്കെ കണ്ടാൽ ചിലപ്പോൾ നമുക്ക് വളരെ നാച്ചുറലായിട്ട് തോന്നും, അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും നാച്ചുറൽ അല്ല. ഇവിടുത്തെ ഒരു ഭൂമി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഈ വെട്ടുകല്ല് ഇങ്ങനെ ചെത്തിയെടുത്തിട്ട് നിരപ്പായിട്ട് ഒരു പ്ലാന്റ് പോലും ഇല്ലാത്ത സ്ഥലത്തിനെയാണ് ഇത്ര അതിമനോഹരമാക്കിയിരിക്കുന്നത്. 6 ഏക്കർ സ്ഥലമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് തോന്നും ഒരുപാട് ആൾക്കാരൊക്കെ ചേർന്നിട്ടാണ് ചെയ്തത്. ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ഇതിൻ്റെ പിന്നിൽ സത്യത്തിൽ ഒറ്റ ആളാണ്. ആ ആളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ മുന്നിലുണ്ട് ആള്, ഇതാണ് മുസ്തഫക്ക. കഴിഞ്ഞ ഒരു 3.5 വർഷമായിട്ട് ഈ ഒരു വേസ്റ്റ് ലാൻഡായി. ശരിക്കും 3.5 വർഷമായിട്ടുള്ളൂ ഇത് ഉണ്ടാക്കിയിട്ട്. 3.5 വർഷം കൊണ്ടാണ്. 3.5 വർഷം കൊണ്ട് ഇത്രയൊക്കെ ചെടി വളരും. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെടിയും നിങ്ങളുടെ കൂടെ വളരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനത് അതിശയോക്തിപരമായി പറയുന്നതല്ല. ഇവിടെയുള്ള പല ചെടികളുടെയും വളർച്ചയും ഗ്രോത്തും ഒക്കെ കാണുമ്പോൾ എന്നെ തന്നെ അത് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വെള്ളത്തിൻ്റെ സമീപത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പലതരത്തിലുള്ള ട്രോപ്പിക്കൽ പ്ലാന്റുകളും എന്താ പറയുക, ഒരു 3-4 മാസം കൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ആ ഫോമലായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗ് നമുക്കിപ്പോൾ വരുന്നില്ല. ഇപ്പോൾ ഫുൾ ട്രോപ്പിക്കലാണ്. ഏത് കണ്ടംപററി വീടിനും
ഒരു ചെറിയൊരു നടുമുറ്റം ഉണ്ടാക്കി അവിടെ ഒരു നല്ല വലിയ ചേമ്പ്, അതിന് എലിഫന്റ് ഇയർ എന്നാണ് പറയുന്നത് കേട്ടോ. സത്യത്തിൽ അത് നമ്മുടെ ഈ റോഡ് സൈഡിലൊക്കെ കാണുന്ന ആ വലിയ ചേമ്പാണ്. ഇതൊരു വെറൈറ്റി ആണല്ലോ. ഇത് നമ്മുടെ ഇന്ത്യനാണോ? ഇന്ത്യൻ അല്ല, അത് പലപ്പോഴും പല സുഹൃത്തുക്കളും പുറത്തുനിന്നും ഒക്കെ ആയിട്ട് എനിക്ക് എത്തിച്ചേരുന്നതും അല്ലെങ്കിൽ പ്ലാന്റ് ലവേഴ്സ് ഒക്കെ പലപ്പോഴും തരുന്നതൊക്കെയാണ്. നമ്മളിവിടെ ഇങ്ങനെ ഇതേപോലെയുള്ള പല തരത്തിലുള്ള കലേഡിയങ്ങൾ, ചേമ്പുകൾ, അലോക്കേഷൻ്റെ വിവിധ തരത്തിലുള്ള വെറൈറ്റികളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വാട്ടർ ബോഡി ചെയ്തപ്പോൾ അതിന് ചുറ്റും കുറേ കലേഡിയങ്ങളും അലോക്കേഷനും ഒക്കെ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. പലരും നമുക്ക് ചെടികൾ തന്നു, പലതും നമ്മൾ പല രാജ്യങ്ങളിലും പോയി കൊണ്ടുവന്നു. രാജ്യങ്ങളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പോകുമ്പോൾ ഒക്കെ കയ്യിൽ വെച്ചൊക്കെ കൊണ്ടുവരുന്നത് ഉണ്ടാവാം. അതിൻ്റെ കൂടെ തന്നെ പലരും കൊണ്ടുവന്നത് എനിക്ക് ഗിഫ്റ്റായിട്ട് തരുന്നത് ഉണ്ടാവാം. ഈ പാറക്കെട്ടിൻ്റെ ഉള്ളിലൊരു ഉറവയുണ്ട് കേട്ടോ. അത് കണ്ടുപിടിച്ചിട്ടാണ് ഈ വാട്ടർ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാ എന്നുള്ളത് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അവർ ഒരുപാട് നാൾ ഇതിൽ നടന്നിട്ട് എവിടേക്കാണ് അതിൻ്റെ ഒരു വെറ്റ് പ്ലേസ്, നനഞ്ഞിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഒരു ഉറവുണ്ടെന്ന് മനസ്സിലാക്കും. അപ്പോൾ അവിടെ ഒരു വാട്ടർ ബോഡി ചെയ്യും. അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീട്ടിലും നമ്മുടെ ഒരു ഭൂമിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലും ഇതേപോലത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നല്ല രസമായിട്ട് ഉണ്ടാക്കാം. ഇത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഇതിന്റെ ഒരു ഐഡിയ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കും. പല പറമ്പുകളിലും ഇതേപോലെ എന്താ പറയുക, വേനൽക്കാലത്തും പോലും ഉറവ വന്നുകൊണ്ടിരിക്കുന്ന ഇടങ്ങളുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആ വെള്ളത്തിനെ തടഞ്ഞു നിർത്തിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു വാട്ടർ ബോഡി ഉണ്ടാക്കി അതിന് ചുറ്റും ചെടികൾ വെച്ച്. അപ്പോൾ അവിടെയുള്ള പല ചെടികളും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പറഞ്ഞാൽ കാട്ടിൽ നിന്നൊക്കെ ഉള്ള ചെടികളാണ്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളൊരു സിസ്റ്റം ഒന്ന് പറയാൻ പറ്റും? ഇത് ഒരു ഇൻഫിനിറ്റി പോണ്ട് പോണാണുള്ളത്. നമുക്ക് ജലം നമ്മൾക്കിങ്ങനെ തുറന്ന് വെച്ച പോണം, അത് പുറത്തേക്ക് ഒഴുകി വരുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ സന്തോഷമൊക്കെ. ഇതേപോലുള്ള പല തരത്തിലുള്ള പോണ്ടുകളും നാച്ചുറലായിട്ടുള്ള പോണ്ടുകൾ പലപ്പോഴും നമ്മളെ കേരളത്തിൻ്റെ പല പറമ്പുകളിലുണ്ടായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടു പോയതാണ്. ഇപ്പോഴും ഇഷ്ടംപോലെ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ സംരക്ഷിക്കുകയും പുതിയത് ഉണ്ടാക്കുകയൊക്കെ ചെയ്താൽ എല്ലാവർക്കും ഇത്തരം ഇടങ്ങൾ ഉണ്ടാവും. ഇതിൽ ഈ കാണുന്നതൊക്കെ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ആ കളറൊക്കെ ഒന്ന് നോക്കി, ആ ചേമ്പിന്റെ കളർ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കാണാൻ കേട്ടോ. ബ്ലാക്ക് മാജിക്, ബ്ലാക്ക് ഒരു ബ്ലൂ ടച്ച് നമ്മള് ഇങ്ങനെ വെയില് അടിക്കുമ്പോൾ അതിനൊരു കളർ ചെറിയൊരു ഷൈനിങ് വരുന്നുണ്ട്. അപ്പൊ ഇതേപോലെ ഇത് ഉള്ളിൽ സിമെന്റ് വെച്ചിട്ടാണോ ചെയ്യുന്നത്? സിമെന്റ് വെച്ച് നമ്മുടെ വെള്ളത്തിനെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യും. കുറച്ച് കാലം വെള്ളം കിട്ടുന്നതോട് കൂടി അതൊരു നാച്ചുറൽ പോണ്ടായി മാറും ചെയ്യും. ഈ ഫേണുകളൊക്കെ നമുക്ക് പിന്നെ നമ്മുടെ പ്രദേശങ്ങളിൽ കാടുകളിലൊക്കെ ഉള്ളതാണ്. ഇതിപ്പോൾ ശരിക്കും ഒരു ട്രോപ്പിക്കൽ ലാൻഡ്സ്കേപ്പിംഗ് നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ആ ഒരു പടവുകൾ, ആ ഒരു ഏരിയയിൽ അവർ കണ്ടോ, നമ്മുടെ കർട്ടൻ കീപ്പറാണ്. നമ്മളൊക്കെ ശരിക്കും വേലിയിൽ കാണുന്ന ആ ചെടിയാണ്. അതിനെ ഭംഗിയാക്കി ലെയർ ചെയ്തിട്ട് അതിൻ്റെ അടിയിലൊക്കെ ചേമ്പ്, അങ്ങനെ പലതരം വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല രസമായിട്ട് അതിൽ കുറേ വെറൈറ്റി കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ ഒരുപാട് ജോലിയൊക്കെ കഴിഞ്ഞ് ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വന്ന് ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷമല്ലേ. എനിക്ക് സത്യത്തിൽ ഈ മുസ്തഫക്കാരനോട് ഭയങ്കര അസൂയ തോന്നാം. ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും സ്ഥലം ഉണ്ടാക്കിയത് എങ്ങനെയാണ് അല്ലേ? ഭയങ്കരമായിട്ടും ശരിക്കും എല്ലാവർക്കും ഒന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനോടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം അത് വേണം. അതുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. പഴയ
നാട്ടിലൊക്കെ കാണില്ല ഇങ്ങനെ കിളിവാതിൽ പോലെയൊക്കെ. അങ്ങനെ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും ചെയ്യാം. അതാ എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് കേട്ടോ. ബാലിയിലെ വീഡിയോസൊക്കെ കാണും, അതേ ഒരു ഫീലാണ് കേട്ടോ. ശരിക്കും ഇത് സത്യത്തിൽ ഞാൻ ഇങ്ങനെ വിഷ്വലായിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് ശരിക്കും ഇവിടെ വന്ന് ഇതൊന്ന് ഫീൽ തന്നെ വേണം. ഭയങ്കര അനുഭവമാണ് കേട്ടോ. അപ്പം മഴയൊന്നും പെയ്തിട്ടില്ല, പക്ഷെ എന്നാലും ഫുള്ള് ഈ മഴക്കാടുകൾ എന്നൊക്കെ പറയില്ലേ, ഒരു വല്ലാത്ത രസമാണ് കേട്ടോ. ഈ ചെടിയും ഈ പ്രകൃതിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ശരിക്കും നിങ്ങളിവിടെ വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു മിസ്സിങ് തന്നെയാണ്. നമ്മുടെ ഈ കുളങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ പാറകളൊക്കെ ആയി അതിൻ്റെ ചുറ്റും ഇങ്ങനെ ചെടികൾ, ചേമ്പ്, ആ വാഴയൊക്കെ കണ്ടോ? ഈ വൈൽഡായിട്ട് കാട്ടിലൊക്കെ കാണുന്ന ഒരു തരം ചേമ്പാണ്. ആ ഒരു വെള്ളച്ചാട്ടം കണ്ടില്ലേ, അത് പെട്ടെന്ന് നമുക്കത് കാണുമ്പോൾ തോന്നും ഇതൊക്കെ നാച്ചുറലായിട്ട് ഉള്ളതാണ്. പക്ഷെ ഇതൊന്നും നാച്ചുറലല്ല. അതാണ് അതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. ഒരു ഉറവുണ്ടാവും, അതിനെ അതൊക്കെ അതിന് സെറ്റ് ചെയ്ത് കല്ലൊക്കെ വെച്ച് ഇങ്ങനെ ആക്കിയെടുക്കുന്നതാണ്. ഈ പാറ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഡ്രൈ ആയിട്ടുള്ളതായിരുന്നു. അതിനവിടെ ഒരു വാട്ടർ ബോഡി കൊണ്ടുവന്ന് ഇങ്ങനെ നനച്ച് നമ്മൾ ഈ റെയിൻ ഫോറസ്റ്റിലൊക്കെ പോവില്ലേ, ആ ഒരു ഫീല് ഇവിടെ കൊണ്ടുവരാൻ നോക്കിയതാണ്. അതിൻ്റെ താഴെ ചെറിയൊരു കെട്ടൊക്കെ കെട്ടിയിട്ട് നമ്മുടെ ഈ കുളത്തിലൊക്കെ കാണുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ആമ്പലില്ലേ, ആമ്പലും പിന്നെ വേറെ ചെറിയൊരു പ്ലാന്റ് കാണാം, അതിൻ്റെ പ്ലാന്റ്സ് ഒക്കെ അവിടെ കൊണ്ടിട്ട് ശരിക്കും വളരെ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിലും ഒരു ചെറിയൊരു ഏരിയയിൽ വേണമെങ്കിൽ നമുക്ക് ട്രോപ്പിക്കൽ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഒരു ചെറിയൊരു സംഭവം ചെയ്യാം. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥലത്ത്, ബാക്ക്ഗ്രൗണ്ട് വേണമെന്നില്ല, അവിടെ ഏറ്റവും വലിയ ചെടീനെ വയ്ക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ടോർച്ച് ജിഞ്ചർ ഒന്ന് ഫോക്കസ് ചെയ്യോ, അതാണ് ടോർച്ച് ജിഞ്ചർ. കണ്ടോ? ഓക്കെ, അതാണ് ടോർച്ച് ജിഞ്ചർ. അല്ലെങ്കിൽ ഹെലിക്കോണിയ, നമ്മുടെ ഹെലിക്കോണിയ നമുക്ക് കാണിക്കാം. ഹെലിക്കോണിയ അതൊക്കെ നമ്മൾ ഫസ്റ്റ് വയ്ക്കും. ആ ഫസ്റ്റ് ലെയറിംഗ് ആണ് പ്രാധാന്യം ട്രോപ്പിക്കൽ ലാൻഡ്സ്കേപ്പിൽ. അപ്പോൾ ഈ ഫസ്റ്റ് ലെയറിൽ ഈ ഹെലിക്കോണിയ അങ്ങനെ വലിയ പ്ലാന്റ്സ് വെച്ചിട്ട് രണ്ടാമത്തെ ലെയറിൽ അതിനേക്കാൾ കുറച്ച് സൈസ് കുറവിൽ വരുന്ന പ്ലാന്റ്സ്, അങ്ങനെ ലെയർ ചെയ്തിട്ട് പോകും. എന്നിട്ട് താഴെ നിങ്ങൾക്ക് നിലത്ത് വേണമെങ്കിൽ പോട്ട്സിൽ നിങ്ങൾക്ക് ചെടികൾ വയ്ക്കാം. പക്ഷേ പോട്ട്സ് വയ്ക്കുമ്പോൾ ഒരിക്കലും കളറായിട്ടുള്ള പോട്ട്സ് വെക്കരുത്. ഇപ്പം നീല കളർ പോട്ട്, റെഡ് അങ്ങനെ വെക്കരുത്. ആ പോട്ട്സ് വയ്ക്കുമ്പോൾ എപ്പോഴും ബ്ലാക്ക് ആയിരിക്കണം. പിന്നെ ഭയങ്കര ബുഷി ആയിട്ട് അല്ലെങ്കിൽ ഒരു റഷ് ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീലിൽ വേണം നിങ്ങളത് സെറ്റ് ചെയ്യാൻ. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യത്തെ പ്ലാന്റ്, രണ്ടാമത്തെ പ്ലാന്റ്, മൂന്നാമത്തെ പ്ലാന്റ് അങ്ങനെ ലെയർ ചെയ്ത് വരുമ്പോൾ ആദ്യത്തെ പ്ലാന്റിനായിരിക്കും വെയിൽ കൂടുതൽ വേണ്ടി വരാം. രണ്ടാമത്തെ പ്ലാന്റിന് കുറച്ച് വെയിൽ, എന്ന് വെച്ചാൽ ഈ മുകളിലത്തേനേക്കാൾ കുറച്ച് വെയിൽ ആവശ്യമുള്ള പ്ലാന്റ്, പിന്നെ അതിലും കുറച്ച് വെയിൽ ആവശ്യമുള്ള പ്ലാന്റ്, അങ്ങനെ വേണം സെറ്റ് ചെയ്തിട്ട് വരാൻ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മുകളിൽ ചെടി വലുതായിട്ട് വരുമ്പോൾ ഇവർക്ക് തീരെ സൂര്യപ്രകാശം ആവശ്യമുള്ള ചെടിയാണ് വെച്ചാൽ അത് നാശമായി പോകും. അപ്പോൾ അതൊരു കാര്യം നിങ്ങളത് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എന്നിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വാട്ടർ ബോഡി ഇപ്പോൾ ചെയ്യാം. ഇനിയിപ്പോൾ അതില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു പാത്രമോ അല്ലെങ്കിൽ വലിയൊരു പാത്രം അങ്ങനെ എന്തെങ്കിലും ചെറിയ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് അതിൽ നിങ്ങൾക്ക് വെള്ളം നിറച്ചിട്ട് അപ്പോൾ ഒരു നാച്ചുറൽ ഫീൽ വരും. എന്നിട്ട് സൈഡിൽ മണ്ണൊക്കെ വെച്ച് കുറച്ച് കല്ലൊക്കെ വെച്ച് വേണമെങ്കിൽ നമ്മുടെ ഈ ചെറിയ മീനിനൊക്കെ ഇട്ട് വേണമെങ്കിൽ ഇതുപോലത്തെ ഇങ്ങനെ പാടത്തൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ. അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അതിലിടാം. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും എന്താ പറയുക, ഈ കുടങ്ങൾ പോലത്തെയോ അങ്ങനെ എന്തെങ്കിലും ഇതുപോലെ ഈ കല്ലിൻ്റെ ഒക്കെ ഒരു ഫീൽ വരുന്ന രീതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും എലിമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് അവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ നനവ് വേണം. മെയിൻ തിങ് അതാണ്, ഒരു നനവ് ഫീല് വേണം.
പിന്നെ ഇങ്ങനെ അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി, ആ ഒരു നമ്മൾ വിചാരിക്കുന്ന ഒരു ട്രോപ്പിക്കൽ ലാൻഡ്സ്കേപ്പിംഗ് എന്നുള്ള അതിലേക്ക് വരുള്ളൂ. കാരണം റെയിൻ ഫോറസ്റ്റ് ഒക്കെ അങ്ങനെയാണല്ലോ. ഈ ഗ്രീനറിയിലെ എല്ലാ സ്ഥലങ്ങളും നല്ല ഭംഗിയാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ട്രോപ്പിക്കൽ ലുക്കാണ് കേട്ടോ. കാരണം 4 സൈഡിൽ നിന്നാണ് ഇതിൽ വെള്ളം വരുന്നത്. ഭയങ്കര ശബ്ദമാണ്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവല്ലോ അല്ലേ? ഭയങ്കര ശബ്ദം. അതൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. ശരിക്കും ആർട്ടിഫിഷ്യൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കില്ല അല്ലേ? അരുവിയൊക്കെ ഉണ്ടാക്കിയതാണ്. ശരിക്കും വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ മുളകളൊക്കെ വെച്ച് പിടിപ്പിച്ചതാണ്. ഈ പാറക്കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തതാണ്. കണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഈ പ്ലാന്റ്സ് ഒക്കെ കാട്ടുചെടികളാണ്. ഇതെല്ലാതും ഇവിടെയുള്ള എല്ലാ ചെടികളും കാട്ടുചെടികളല്ല. ഇത് വാട്ടർ ഹെലിക്കോണിയാണ് കേട്ടോ. ഈ വാട്ടർ ഹെലിക്കോണിയുടെ ചെറിയൊരു പ്ലാന്റിന് തന്നെ ഏകദേശം ഒരു 2000 രൂപ വരുന്നുണ്ട്. ഇതൊക്കെ ഒരു തായ്ലൻഡ് വെറൈറ്റി ആണ്. പക്ഷെ ഇപ്പം നമ്മുടെ നഴ്സറികളിലൊക്കെ ഇതൊക്കെ അവൈലബിൾ ആണ്. ഇത് ഫൈക്കസ് ലിറാത്തയാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഇന്റീരിയറിൻ്റെ ഫോട്ടോസൊക്കെ കാണുന്ന സമയത്ത്, ബുക്സൊക്കെ കാണുന്ന സമയത്ത് മിക്കവാറും നിങ്ങൾ ഈ പ്ലാന്റ് കണ്ടിട്ടുണ്ടാവും. ഇൻഡോറിലാണ് കൂടുതൽ വെക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കാട്ട് ചെടിയായിട്ട് തോന്നും. പക്ഷേ ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് പ്ലാന്റ്സ് ആണ്. പക്ഷേ ഇവിടെ എല്ലാ എക്സ്പെൻസീവ് പ്ലാന്റ്സും ഇവിടെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബേർഡ് ഓഫ് പാരഡൈസ്, വാട്ടർ ലില്ലി, വാട്ടർ ഹെലിക്കോണിയ. ഈ അരുവിയില്ലേ ഉണ്ടാക്കിയതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് ചോദിക്കാം അല്ലേ? എങ്ങനെ മുസ്തഫക്ക ഈ അരുവി ഉണ്ടാക്കിയത്? നമുക്ക് നമ്മുടെ കാട്ടിലൊക്കെ കാണുന്ന കളകള ശബ്ദമുള്ള മുളങ്കാടുകൾക്കകത്ത് കൂടെ ഒക്കെ പോകുന്നൊരു അരുവി കാണാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അരുവി ഉണ്ടാക്കുന്നത്. അരുവി ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ സൈഡിൽ മുളകളും വിവിധ ചെടികളും വെക്കുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മളൊരു സ്റ്റെപ്പ് ഉണ്ടാക്കി. ഇപ്പോൾ ഈ വർഷമൊക്കെ വെള്ളം നിൽക്കാതെ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ചുറ്റുഭാഗത്തും മുളങ്കാടുകൾ വന്നു. സ്വാഭാവികമായ അരുവി പോണം തന്നെ മനോഹരമായ ശബ്ദത്തോടു കൂടിയുള്ള ഒരു അരുവി ഇപ്പം ഇവിടെ ഉണ്ട്. ഇത് കാണാൻ ഒരുപാട് ആൾക്കാർ വരാറുണ്ടോ, അല്ലെങ്കിൽ ആൾക്കാരെ അനുവദിക്കാറുണ്ടോ ഇത് കാണാൻ? നമ്മൾ അങ്ങനെ ഒരു പബ്ലിക്കിനെ ഇങ്ങനെ കാണാൻ ഒരു പാർക്കിൽ വരുന്നത് പോണം അനുവദിക്കാറില്ല. താല്പര്യമുള്ള ആളുകളെ അവർ നേരത്തെ വിളിച്ച് അനുവാദം ചോദിച്ചൊക്കെ ഇതിനോട് എന്തെങ്കിലും തരത്തിലുള്ള താല്പര്യം ഉണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അനുവാദം കൊടുക്കാറുണ്ട്. ഒരുപാട് തിരക്കുള്ള ഒരു ജോലിയായിരുന്നു. ഇങ്ങനൊരു ചിന്തയിലേക്ക് വരാൻ പലപ്പോഴും ഒരുപാട് തിരക്കുള്ള ആൾക്കാർക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളോടൊക്കെ എല്ലാവർക്കും ഇഷ്ടമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു ഫാസ്റ്റ് ലൈഫ് ജീവിച്ച ആൾക്കാർക്കായിരിക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യണമെന്നൊരു ആഗ്രഹം വരുന്നത്. അങ്ങനെ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ അതിൻ്റെ പിന്നിൽ? ഞാൻ വളരെ തിരക്കുള്ള ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടം, എൻ്റെ എനർജി, എനിക്ക് തിരക്കിലൊക്കെ അത് ചെയ്യാൻ കഴിയുന്നതിൻ്റെ എനർജി കിട്ടുന്നത് ഇവിടെ. അപ്പോൾ നമുക്ക് തിരക്കോടൊപ്പം തന്നെ നമുക്ക് ജീവിക്കും വേണമല്ലോ, നമ്മുടെ ഇഷ്ടങ്ങളോടൊത്ത് ജീവിക്കണം. അപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷം, ട്രോപ്പിക്കൽ അറ്റ്മോസ്ഫിയർ, കാട്ടരുവി, കുളങ്ങൾ, പൂമ്പാറ്റകൾ, ഇതെല്ലാം കൂടി ചേർന്നൊരു അന്തരീക്ഷമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇടം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയതും ദൈവാനുഗ്രഹം കൊണ്ട് അത് ഉണ്ടായി വന്നതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതലേ ഇങ്ങനെ ചെടികൾ വെച്ച് തുടങ്ങി. ഞാൻ എവിടെയൊക്കെ ജീവിച്ചിട്ടുണ്ടോ, ഏതൊക്കെ വീടുകളിൽ താമസിച്ചിട്ടുണ്ടോ, എൻ്റെ ജീവിതത്തിൽ പല വീടുകളിലും താമസിക്കേണ്ടി വന്നിട്ടുണ്ട് കുറേ കാലങ്ങളായിട്ട്. അപ്പോൾ അവിടെയൊക്കെ എൻ്റെ ചെടികളുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ അതെൻ്റെ കൂടെ പണ്ട് കാലത്ത് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നൊരാഗ്രഹമാണ്. ആ ആഗ്രഹം അല്പം പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാം.
ഇതെന്താ പ്ലാന്റ് എന്നറിയോ? കലേറ്റിയ ലുട്ടിയ എന്നാണ് ഇതിന്റെ പേര്. ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. കാരണം എക്സാക്ട് പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല, ഇങ്ങനൊക്കെ തന്നെയാണ് പറയാന്നാണ്. നമ്മൾ എല്ലാ വീടുകളിലും ഇപ്പോൾ കാണുന്ന ഒരു ചെറിയ പോർഷൻ ഒരു കുറച്ച് ഗ്രീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു ട്രെൻഡാണ് വേർട്ടിക്കൽ ഗാർഡൻ അല്ലേ. പക്ഷേ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടാണ് വേർട്ടിക്കൽ ഗാർഡൻ ചെയ്തിരിക്കുന്നത്. ഇത് വെട്ടുകല്ല് ഇങ്ങനെ ചെത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാക്കും. ഈ കുഴികൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചട്ടിയിൽ ചെടി നടുന്നതുമായി തന്നെ ചകിരിച്ചോറ് പിന്നെ ബാക്കിയുള്ള വളങ്ങളെല്ലാം ചേർത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് ചെടി വെച്ചിട്ട് ഫില്ല് ചെയ്യും. അങ്ങനെ ലെയർ ചെയ്ത് പോയിട്ട് നല്ലൊരു നാച്ചുറൽ വേർട്ടിക്കൽ ഗാർഡൻ. നമ്മൾ സാധാരണ വീട്ടിൽ ഒരു നെറ്റ് അടിച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ ചെറിയ പ്ലാസ്റ്റിക് ചെറിയ പോട്ട്സ് വെച്ചിട്ട് നമ്മൾ അതിൽ ഹാങ് ചെയ്ത് ചെയ്യാറല്ലേ. അതിന് പകരം അവർ നാച്ചുറലായിട്ട് കണ്ടിട്ടുള്ള ഒരു മെത്തേഡാണ്. വേൾഡിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ട്രീ ആണ് കേട്ടോ ഇത്. നോക്കിയ നിങ്ങൾ ഭയങ്കര ഹൈറ്റ്, എന്ത് ഭംഗി! ഹൈറ്റിനല്ല, അതിനൊരു ഭംഗി. ആ മുകളിലെത്തുമ്പോൾ മാത്രമേ അതിന് ഇലകൾ വരുന്നുള്ളൂ, ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഇലകളില്ല. തെങ്ങ് പോലെ തന്നെ. Are the lungs of earth എന്നല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം, മറ്റുള്ള ആളുകൾക്ക് എത്താൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യണം. പക്ഷേ നിങ്ങൾ ലൈക്ക് ചെയ്യണ്ട, പകരം നിങ്ങളുടെ വീട്ടിലെ മുറ്റത്ത് ഒരു ചെടി നട്ടാൽ അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും ഞങ്ങൾക്ക് ഭയങ്കര ഒരു അംഗീകാരമാണ്. അപ്പോൾ നന്ദി, നമസ്കാരം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക്